നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹിമാചലിലും ഉത്തരാഖണ്ഡിലും കനത്ത നാശം വിതച്ച മേഘവിസ്ഫോടനം. ഉത്തരാഖണ്ഡിൽ 14 പേരും ഹിമാചൽ പ്രദേശിൽ 5 പേരുമാണ് മരിച്ചത്. തെഹ്രിയിൽ മേഘവിസ്ഫോടനത്തിൽ ഒരു കുടുംബത്തിലെ 3 പേർ മരിച്ചു. കേദാർനാഥിൽ 400 സഞ്ചാരികൾ കുടുങ്ങിക്കിടക്കുകയാണ്. താഴ്ന്ന പ്രദേശങ്ങളിലും മലകൾക്ക് മുകളിലും താമസിക്കുന്നവരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയാണ്. ബുധനാഴ്ച രാത്രിയിലുണ്ടായ കനത്ത മഴയിൽ രുദ്രപ്രയാഗ ജില്ലയിലെ റൂട്ടിൽ സാരമായ കേടുപാടുകൾ സംഭവിച്ചു. ഒറ്റപ്പെട്ടവരെ പുറത്തെത്തിക്കുന്നതിനുള്ള ശ്രമവും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ്. വ്യാഴാഴ്ച വരെ 737 പേരെ ഹെലികോപ്റ്റർ രക്ഷപ്പെടുത്തിയതായും കുറഞ്ഞത് 2670 പേരെ ദുരിതാശ്വാസ സേന സോൻ പ്രയാഗിലേക്ക് കൊണ്ടുപോയതായും ഉത്തരാഖണ്ഡ് പോലീസ് അറിയിച്ചിട്ടുണ്ട്. SDRF, NDRF, DDRF, ജില്ലാ പോലീസ് അഡ്മിനിസ്ട്രേഷൻ സംഘങ്ങൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. സ്ഥലത്തെ ജനങ്ങളോടും യാത്രക്കാരോടും ജാഗ്രത പാലിക്കാനും ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ പാലിക്കുവാനും ഉത്തരാഖണ്ഡ് പോലീസ് ഡയറക്ടർ ജനറൽ അഭിനവ് കുമാർ അഭ്യർത്ഥിച്ചു. തെഹ്രി, രുദ്രപ്രയാഗ ജില്ലകളിലെ കനത്ത മഴയെ തുടർന്ന് കേദാർനാഥ് യാത്ര 2 ദിവസത്തേക്ക് നിർത്തിവെച്ചതായും 12 NDRFും 60 SDRFും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടു എന്നും അഭിനവ് കുമാർ അറിയിച്ചു. സംസ്ഥാനത്ത് 48 മണിക്കൂർ കനത്ത മഴ പെയ്യുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് മുന്നറിയിപ്പ് ലഭിച്ചിരുന്നു. ഈ മുന്നറിയിപ്പ് കണക്കിലെടുത്ത് പോലീസ്, NDRF, അതുപോലെ തന്നെ SDRF, പ്രാദേശിക ഭരണകൂടം എന്നിവ ജാഗ്രതയിലാണ് ഉള്ളത്. DGP ANAയോടാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. വിവിധ ജില്ലകളിലായി ഇതുവരെ 11 പേർ മരിക്കുകയും 8 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. രാവിലെയോടെ കേദാർനാഥിൽ 1000-ഓളം പേർ കുടുങ്ങിയെന്നും കേദാർനാഥിന്റെ ട്രക്ക് റൂട്ടിൽ 800 പേർ കുടുങ്ങിയിട്ടുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി വ്യാഴാഴ്ച തെഹ്രിയിലും രുദ്രപ്രയാഗിലും കനത്ത മഴ നാശം വിതച്ച സ്ഥലങ്ങളിൽ പരിശോധന നടത്തി. ബുധനാഴ്ച രാത്രി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ റോഡുകളും നടപ്പാലങ്ങളും തകർന്നടിഞ്ഞിട്ടുണ്ട്. വൈദ്യുതി ബന്ധവും കുടിവെള്ള ലൈനുകളും തകരാറിലായിട്ടുമുണ്ട്.